ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഇന്ന് മിക്സിയുടെ ജാറിലോട്ട് ഒരു അരക്കപ്പോളം ചെറുപയറും പിന്നെ ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ഹെൽത്തിയാണ്, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പോളം ചെറുപയർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്നും ഇപ്പോൾ ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ജസ്റ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചെറുപയറൊക്കെ ഒന്ന് കളർ മാറി വരും കേട്ടോ. അതുവരെയും ഒന്ന് നമുക്ക് റോസ്റ്റ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഫസ്റ്റ്. അപ്പോൾ അതാണ് ചെറുപയറൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വറ്റൽമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു കളർ ഒന്ന് മാറി വരണം. അതെ, ഇപ്പോൾ നമ്മുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകമാണ് നമുക്ക് ആവേണ്ടത്. അപ്പോൾ ഒരു ചെറിയ മീഡിയം തീയിലും ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് നമുക്കിതുപോലൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ഒന്നായിട്ടുണ്ട് കണ്ടോ, കളറൊക്കെ മാറി വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്ന് കരുതി നന്നായിട്ട് പൊടി പോലെ ആവണ്ട, ഒന്ന് ക്രഷ് ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലെയാണെന്ന് പൊടിച്ചെടുക്കേണ്ടത്. കുറച്ച് തരിതരിപ്പായിട്ട് തന്നെ ഒന്ന് ക്രഷ് ആക്കി എടുത്താൽ മതി. ഇനി ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ക്യാരറ്റ് അരിഞ്ഞ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ചേർക്കാം. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ചേർക്കാതെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചുരക്ക അരിഞ്ഞതും കൂടെ, ഒരു ചെറിയ പീസ് ചുരക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് അമരപ്പയർ, അതായത് കൊത്തമര, അതും ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷാക്കി വെച്ചേക്കുന്ന ചെറുപയറുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പോളം മാത്രം കടലപ്പരിപ്പാണ്. ഈ കടലപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് തൂരപ്പരിപ്പും എടുക്കാം. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കീൻവ സീഡ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നിങ്ങൾക്ക് കീൻവയ്ക്ക് പകരം നമ്മൾ സാധാരണ അരി ഉണ്ടല്ലോ, പച്ചരിയോ ബിരിയാണി റൈസോ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ അരിയുണ്ട്, പൊന്നിയരിയോ ഒക്കെ ചേർക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടി അരിക്ക് പകരം കീൻവയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ കീൻവയ്ക്കാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിലാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ചെറുപയറും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ഒരു 2 കപ്പ് അധികം വെക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 2 കപ്പ് കീൻവയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ അരിയിലാണെങ്കിൽ പോലും നമ്മൾ സാധാരണ അരി വേവിക്കാനുള്ള വെള്ളം ചേർത്തിട്ട് കുറച്ചധികം വെള്ളം ചേർക്കണം, ഇതൊക്കെ വെന്ത് വരാൻ. പിന്നെ ഇത് ഒത്തിരി ഒരു കുഴഞ്ഞ പാകത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ കേൾക്കുന്നവരെ നന്നായിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവട്ടെ. ഇപ്പോൾ ഒരു 4 വിസിലൊക്കെ കേട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. വെജിറ്റബിൾസും കീൻവയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് നല്ല കുഴഞ്ഞ പാകത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസിലാണെങ്കിൽ പോലും ഇതുപോലെ ഒന്ന് കുഴഞ്ഞാണ് ഇത് കിട്ടുന്നത്. നല്ല ഹെൽത്തിയാണ്, നല്ല വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഇനി നമുക്കിതിൽ ചെറിയൊരു താളിപ്പും കൂടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കാം, അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം. നെയ്യൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കാം. കൂടെ നമുക്കൊരു ടീസ്പൂണൊക്കെ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് നെയ്യിലിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം.
ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കുവേ ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂണോളം സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം. ആ സാമ്പാർ പൊടിയുടെ ഒക്കെ ഒരു ചെറിയ ഒരു പച്ച ചുവ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്നങ്ങ് റോസ്റ്റാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഒന്ന് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഫസ്റ്റ്. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമ്പാർ റൈസ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയല്ലോ അതിനകത്ത് കുറച്ച് ഒരല്പം കൂടെ ലൂസായിട്ടാണ് അത് കിട്ടേണ്ടത്. ഒരല്പം കട്ടിയുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നത്. അപ്പം ഇത് ഒഴിക്കുമ്പോഴേക്കും നല്ല ലൂസാവുമല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. കാര്യം നമ്മൾ പുളിയൊക്കെ ചേർത്തുകൊണ്ട് ഉപ്പ് ചിലപ്പം കുറച്ചും കൂടെ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരട്ടെ. അല്ല ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ആണ് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന റൈസിനകത്തോട്ട് അത് നമ്മുടെ കീൻവയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കണേ. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു കീൻവ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് പകരം കഴിക്കാനോ ഒക്കെ ടേസ്റ്റിയാണ്. കൂടെ ഒരു പപ്പടോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ പൊള്ളിയാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോഴേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.